എല്ലാവർക്കും ഉഷസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് പറഞ്ഞാൽ മത്തങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ്. അത് മത്തങ്ങ എരിശ്ശേരി എന്ന് പറയും. പണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് മത്തങ്ങ എന്ന് പറയുന്നത്. ഇപ്പം എങ്ങോട്ടും ഇങ്ങ് കാണുന്നില്ല. മത്തങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലക്കറിക്കടയിലേക്ക് ഓടണം. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതാണ്, മത്തങ്ങ എരിശ്ശേരി എന്ന് പറഞ്ഞൊരു സംഭവം. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ അറിയില്ല, എന്നാലും ഞാനിത് ഉണ്ടാക്കാൻ പോവുകയാണ്. അതും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മത്തങ്ങ എടുത്തിട്ട് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് അത് നമ്മൾ ഞുറുക്കി പിന്നെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കൊണ്ടുപോയി നല്ലപോലെ കഴുകി ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് കഴുകുകയാണ്. അരിഞ്ഞിട്ട് ചിലർ അരിയുന്നതിന് മുമ്പ് കഴുകും, ഞാൻ അരിഞ്ഞിട്ട് കഴുകുന്നു. നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് വേവണം. മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് അരപ്പ് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളികേരം എടുക്കണം. കുറച്ച് മതി, കുറച്ച് നാളികേരം നമ്മൾ എടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഒരു കുറച്ച് മുളക് പൊടി എടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു, കുറച്ച് ജീരകം എടുത്തു, ഈ കുറച്ച് വെളുത്തുള്ളി കൂടെ എടുത്ത് നമുക്ക് ചേർക്കാം. ഈ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. ഇത്രയും മതിയാവും നമുക്ക്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറടച്ച് ഒന്ന് അടിച്ചെടുക്കാം. അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്തോടേക്ക് ചേർക്കുകയാണ്. ഉപ്പ് ആവശ്യം കുറച്ച് വേണം. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തു. ഇതൊന്ന് വേവട്ടെ. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ അരച്ചു വെച്ചാൽ ഈ കൂട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നു. നന്നായിട്ട് ഒഴിക്കുക. ഒഴിച്ചൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് ചൂടാക്കണം. അത് ചൂടാക്കുകയാണ്, നന്നായിട്ട് ചൂടാക്കണം. അരപ്പും ആ കൂട്ടും കൂടി നമ്മൾ ചൂടാക്കുകയാണ്. ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കടുക് വറുക്കണം. അതിന് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചു. ചീനച്ചട്ടി എടുത്ത് വെച്ചു. നമ്മൾ സാധാരണ കടുക് വറുക്കുന്നത് ഇതൊരു അയണിൻ്റെ ഒരു ചീനച്ചട്ടിയാണ്. എല്ലാവരും നോൺ സ്റ്റിക്കിലായിരിക്കും കടുക് വറുക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയൺ കണ്ടൻറ്റ് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലാണിത് നമ്മൾ കടുക് വറുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യമേ കടുക് ഇടാം. പിന്നെ ഉള്ളി, മുളക് എല്ലാം നമുക്കിടാം. ഇളക്കി കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക്, കൂട്ടിനുള്ളിലേക്ക് ഒഴിക്കാം.
കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. കടുക് വറുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നാളികേരവും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ഈ കൂട്ടിനകത്തേക്ക് വീണ്ടും ഇടാം. ഞാനിത് ഇടും, എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല. ഞാൻ നാളികേരം ഒന്ന് ചുവപ്പ് കളറിലാവാൻ വരെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ കൂട്ടിലേക്ക് ഇടും. വെറുതെ വറുത്താൽ ഇട്ടാൽ മതി, അല്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് ടേസ്റ്റ് കൂടുതലും. എല്ലാവരും ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. തേങ്ങ നന്നായിട്ട് വറുത്ത് ഒത്തിരി ഒന്നും കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും മതിയാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അങ്ങനെ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ആ കറി. ഇത് ചോറുമായിട്ട് നല്ല ഇത് കൂട്ടിച്ചേർത്ത് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.